നമസ്കാരം. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ആദ്യത്തെ യുദ്ധവാർത്ത അപ്രതീക്ഷിതമായി തിരിച്ചടിക്ക് ഇസ്രയേലും അമേരിക്കയും ഒരുങ്ങുന്നു എന്നതായിരുന്നു. അതായത് ഇന്നേ വരെയുള്ള യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ പ്രത്യാക്രമണമായിരിക്കും ഇസ്രയേലും അമേരിക്കയും നൽകുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് 8 ദിവസമായിട്ടും യുദ്ധം അവസാനിക്കാതെ വന്നപ്പോൾ ഇറാനെ പാഠം പഠിപ്പിക്കാൻ ശക്തമായ ബോംബാക്രമണത്തിനൊരുങ്ങുന്നു. B-1 ബോംബുകളുമായി അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാന സംവിധാനം ബ്രിട്ടനിൽ എത്തിച്ചേർന്നെന്നും അതുപോലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുത്തെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ, കരിങ്കടലിൽ എത്തിയെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെ ഇന്ന് അതിശക്തമായ ആക്രമണമായിരിക്കും ഇറാന് നേരെ ഉണ്ടാവുന്നത് എന്നായിരുന്നു എൻ്റെ റിപ്പോർട്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇന്ന് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെഹ്റാൻ എയർപോർട്ടിലടക്കം ബോംബ് വർഷം തുടരുന്നു. ഇസ്രയേലും അമേരിക്കയും മാറി മാറി മിസൈൽ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെഹ്റാനിലും ഇറാനിലെ മറ്റ് നഗരങ്ങളിലും. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മരണസംഖ്യ ഏതാണ്ട് 2000-ഓളം അടുത്തു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ഇസ്രയേലും അമേരിക്കയും വാശിയോടെ ഇറാൻ്റെ മേൽ മിസൈൽ ബോംബ് വർഷം തുടരുന്നു. എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നടിഞ്ഞ് ഇറാന് മരണം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇത് വാസ്തവമാണെങ്കിലും ഇന്ന് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് നടന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സായുധ വിന്യാസം ശ്രദ്ധയിൽപ്പെട്ട ഇറാൻ ഇങ്ങോട്ടടിക്കുന്നതിന് മുൻപ് അങ്ങോട്ടടിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് വെളുപ്പിന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് ഇറാൻ അതിശക്തമായ ആക്രമണമാണ് അയൽ രാജ്യങ്ങളിലേക്ക് അഴിച്ചുവിട്ടത്. സൗദി അറേബ്യയിലും ഖത്തറിലും ഇറാഖിലുമായിരുന്നു ഇന്ന് ഏറ്റവും വലിയ ആക്രമണം നടന്നത്. സൗദിയും ഖത്തറും വലിയ തോതിൽ ആക്രമണത്തെ തടയാൻ വിജയിച്ചെങ്കിലും നിരവധി ബോംബുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഇരു രാജ്യങ്ങളിലും നിപതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗികമായി സൗദിയോ ഖത്തറോ ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ലെങ്കിലും ഇരു രാജ്യങ്ങളിലും വലിയ നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ട് രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കിയാണ് പ്രധാന ആക്രമണം നടന്നതെങ്കിലും ഇരു രാജ്യങ്ങളുടെയും എണ്ണപ്പാടങ്ങളിൽ അടക്കം മിസൈലുകൾ വീണതായും അവിടങ്ങളിൽ തീ പടർന്നതായും റിപ്പോർട്ടുകളുണ്ട്. സൗദിക്ക് നേരെയും ഖത്തറിന് നേരെയും ഇതുവരെ ഇറാൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായി ഇത് കണക്കാക്കുന്നു. ഇതേസമയം ഇറാഖിലും ഇന്ന് വെളുപ്പിന് തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരുന്നു. ഇറാഖിലെ പലയിടങ്ങളിലും വലിയ വ്യോമാക്രമണം നടന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന പേരിൽ ഇറാൻ്റെ പിന്തുണയോടെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയ ഭീകര സംഘടനയാണ് ഈ ആക്രമണം പലതും നടത്തിയതെന്ന് റിപ്പോർട്ടുമുണ്ട്. എന്നുവെച്ചാൽ ഇറാനെ ദുർബലപ്പെടുത്താൻ അമേരിക്ക പരിശ്രമങ്ങൾ നടത്തുമ്പോഴും ഇറാൻ വളർത്തിയെടുത്തിരിക്കുന്ന പല ഷിയ ഭീകര പ്രസ്ഥാനങ്ങളും ഇറാന് വേണ്ടി അയൽ രാജ്യങ്ങളിൽ കോപ്പുകൂട്ടുന്നു എന്നർത്ഥം. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ വലിയ പുകച്ചുരുളും സ്ഫോടന ശബ്ദവും കേട്ടുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് തുടരുകയും അയൽ രാജ്യങ്ങളെ കടന്നാക്രമിക്കുകയും ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് ട്രംപ് കൂടെ പറയുന്നത് എത്രയും വേഗം ആയുധം വെച്ച് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് മാപ്പ് നൽകാം, അല്ലെങ്കിൽ മരണം ഉറപ്പാണെന്ന്. ഇറാനാവട്ടെ ഒരു തരത്തിലും കിതയ്ക്കാതെ ആക്രമണം തുടരുന്നതോടെ ഇറാനിൽ കാലാൾ പട്ടാളം ഇറങ്ങിയേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ട്രംപ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചെന്നും എന്നാൽ അമേരിക്കൻ സൈന്യത്തിന് വിസമ്മതമാണെന്നുമാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പട്ടാളത്തെ ഇറാനിലിറക്കി മാത്രമേ യുദ്ധം വിജയിക്കാനാവൂ എന്ന നിഗമനത്തിലേക്ക് പോകുമ്പോൾ മതം തിന്നുജീവിക്കുന്ന മതഭ്രാന്തന്മാരായ ഷിയ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ഇറാനിയൻ സൈന്യത്തോടെ ഏറ്റുമുട്ടാൻ സാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ. ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താതെ ഇറാനിൽ യുദ്ധം വിജയിക്കുക സാധ്യമല്ലെന്നും ഗ്രൗണ്ട് ഇൻവേഷൻ ഇറങ്ങിയാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും ചിലർ ആശങ്കപ്പെടുന്നു. ഇത്തരം ആശങ്കകൾക്കിടയിലും ഇറാൻ പിടിച്ചു നിൽക്കുന്നതിനെ പലരും അത്ഭുതത്തോടെ കാണുന്നു. എന്തായാലും 8ാം ദിവസത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ ഒന്നുമില്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്ന പ്രത്യാക്രമണത്തിൽ കലിപുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വീണ്ടും ആക്രമണം കടുപ്പിക്കുകയും ഇനിയും ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ
ആക്രമണം ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ നീണ്ടുപോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.